കോൺഗ്രസ് നേതാക്കളിൽ നിന്നുള്ള വിമർശനങ്ങൾക്ക് മറുപടിയുമായി ശശി തരൂർ MP. മുൻ യുദ്ധങ്ങളെക്കുറിച്ചല്ല, ഭീകരാക്രമണങ്ങൾക്കുള്ള പ്രതികാര നടപടികളെക്കുറിച്ചാണ് താൻ സംസാരിച്ചത്. സമീപകാലത്ത് നടന്ന ആക്രമണങ്ങളെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്. വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നുവെന്നും തരൂർ വ്യക്തമാക്കി. ശശി തരൂരിന് പിന്തുണയുമായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി. ആദിൽ പാലോട് നമുക്കൊപ്പം. ആദിൽ പാലോട്, ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിദേശ രാജ്യങ്ങളിൽ കൃത്യമായ വിശദീകരണം നൽകാൻ ചുമതലപ്പെട്ട സംഘത്തലവനായ ശശി തരൂർ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച്, ഒപ്പം ആ പേരിട്ടതിനെ കുറിച്ചൊക്കെ വിവരിച്ചത്. എങ്ങനെയാണ് കോൺഗ്രസിൽ ചലനങ്ങൾ ഉണ്ടാക്കിയത് എന്ന് നമ്മൾ ഇന്നലെ കണ്ടു. ഇന്നിപ്പോൾ എങ്ങനെയാണ് ശശി തരൂർ ഈ വിമർശനങ്ങൾക്ക് മറുപടി നൽകുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ് എക്സിലൂടെ ശശി തരൂർ മറുപടിയായി നൽകുന്നത്. മോദി സർക്കാരിന് മുൻപ് ഇന്ത്യ അതിർത്തി കടന്ന് തിരിച്ചടി നൽകിയിട്ടില്ല പാകിസ്ഥാന് എന്നുള്ളതായിരുന്നു പനാമയിലെ പ്രതികരണം. അതിനെതിരെ വലിയ വിമർശനമുണ്ടായിരുന്നു. ഇന്ത്യ കോൺഗ്രസ് UPA അടക്കം ഭരിക്കുന്ന കാലത്ത്, കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തെല്ലാം തിരിച്ചടികൾ അതിർത്തി കടന്ന് നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ വിധത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ ഉപയോഗിക്കുന്നത് പോലെ, BJP ഉപയോഗിക്കുന്നത് പോലെ അതൊന്നും പറഞ്ഞു നടന്നിരുന്നില്ല എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ വാദം. ഏതായാലും ഇത് വലിയ ചർച്ചയാകുന്നു. അതിനിടെയാണ് ഇപ്പോൾ തരൂരിന്റെ ഒരു വിശദീകരണം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അത് വളരെ പ്രധാനവുമാണ്. ജയറാം രമേശ്, പവൻ ഖേരെ അടക്കം മുതിർന്ന നേതാക്കൾ തരൂരിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വരുന്ന പശ്ചാത്തലത്തിലാണ് നേതാക്കൾക്ക് വിമർശനത്തിന് മറുപടിയുമായി ഇപ്പോൾ തരൂർ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. മുൻ യുദ്ധങ്ങളെക്കുറിച്ചല്ല, ഭീകരാക്രമണങ്ങൾക്കുള്ള പ്രതികാര നടപടിയെക്കുറിച്ചാണ് താൻ പരാമർശിച്ചത്. സമീപകാലത്ത് നടന്ന ആക്രമണങ്ങളെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചതെന്നും തരൂർ പറയുന്നു. മുൻപുള്ള സംഭവങ്ങളെക്കുറിച്ച് താൻ പരാമർശിച്ചതല്ല, സമീപകാലത്ത് നടന്ന സംഭവങ്ങൾ മാത്രമാണ് താൻ ഉദ്ദേശിച്ചത് എന്ന് വിശദീകരിക്കുകയാണ് തരൂർ. മാത്രമല്ല, വിമർശനങ്ങളെ താൻ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ അതിനൊപ്പം നടക്കാൻ എനിക്ക് കഴിയില്ല, എനിക്ക് മറ്റു ചില നല്ല കാര്യങ്ങൾ പൂർത്തീകരിക്കാനുണ്ടെന്ന് കൂടി കുറിക്കുകൊള്ളുന്ന മറുപടി കോൺഗ്രസ് നേതാക്കൾക്ക് നൽകുന്നു തരൂർ എന്നുള്ളതാണ്. പനാമയിൽ നടന്ന ഒരു സംഭാഷണത്തിലാണ്, ഒരു പ്രഭാഷണത്തിലാണ് മോദിയുടെ കാലത്തിന് മുൻപ് അതിർത്തി കടന്നൊരു തിരിച്ചടി പാകിസ്ഥാൻ ഇന്ത്യ നൽകിയിട്ടില്ല എന്ന പ്രതികരണം നടത്തിയത്. പക്ഷേ കോൺഗ്രസിനെ എതിർത്ത് രംഗത്തെത്തിയിരുന്നു. പലപ്പോഴും കോൺഗ്രസ് അധികാരത്തിലുള്ളപ്പോൾ തന്നെ തിരിച്ചടികൾ നൽകിയിരുന്നു. പക്ഷേ ഈ വിധത്തിൽ അത് കൊട്ടിയാഘോഷിച്ചിരുന്നില്ല എന്നുള്ളതായിരുന്നു മറുപടി. ഇപ്പോൾ വിശദമായ ഒരു മറുപടിയും അതിന് ഒരു സമീപകാല ആക്രമണങ്ങളെ കുറിച്ചാണ് വിമർശിക്കേണ്ടവർ വിമർശിച്ചോളൂ, എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും എന്ന നിലപാടിൽ ശശി തരൂർ ഉറച്ചു നിൽക്കുമ്പോൾ കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? തരൂരിന്റെ വിമർശനങ്ങളെ ഇനിയും അവഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമോ? പ്രത്യേകിച്ചും തരൂർ ഈ മറുപടി കൂടി നൽകി കഴിയുമ്പോൾ കിരൺ റിജിജു പ്രത്യക്ഷമായ പിന്തുണയുമായി തരൂരിലേക്ക് എത്തുന്ന BJP അടുക്കുന്ന ഈ സാഹചര്യത്തെ കോൺഗ്രസ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നതാണ് നമ്മൾ രാഷ്ട്രീയ കൗതുകത്തോടെ ഉറ്റുനോക്കുന്നത്.